ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ല, മാഗി നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമ്മളിതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ്. സവോള, അതുപോലെ വെളുത്തുള്ളി ചെറുതാക്കി അതിന് 2 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് ചെറുത്, പിന്നെ തക്കാളി അരിഞ്ഞത്. അതാണ് നമ്മുടെ മാഗി. 3 മാഗിയും ഒരു ഇപ്പി നൂഡിൽസാണ് കേട്ടോ എടുത്തത്. നമ്മൾ ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, പച്ചമുളക് ഒരു പകുതി കേട്ടോ, ഒന്നിൻ്റെയും പകുതി എടുത്ത്. എരിവ് അത്രയ്ക്ക് വേണ്ട വെച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ള കാരണം അവർക്ക് അത്ര എരിവ് വേണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഒത്തിരി. പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിയില ഇട്ടത് മെയിനായിട്ട് മല്ലിയില ഇട്ടു. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. നന്നായി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉള്ളിലേക്കൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 3 ഇല മാത്രമേ ഇട്ടുള്ളൂ, കറിവേപ്പിൻ്റെ ഇല മണത്തിനായിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി അതുപോലെ 1/4 ടീസ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി, ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് നന്നായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ നൂഡിൽസൊക്കെ ഒന്ന് പൊടിച്ചാക്കി വെച്ചിട്ടോ, അതിൻ്റെയൊക്കെ ഒരു പാത്രത്തേക്ക് പൊടിച്ചാക്കി വെച്ചിട്ട് നമുക്ക് ഇത് വാടിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. വെള്ളം നന്നായി തിളച്ച ശേഷമാണ് നമ്മളതിലേക്ക് നൂഡിൽസ് ഇടണം കേട്ടോ. ആദ്യം നമ്മൾ നൂഡിൽസൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളത് അതിലേക്ക് ഇടും. പിന്നെയാണ് നമ്മുടെ മാഗി മസാലപ്പൊടിയില്ലേ, മാഗിയിൽ ഉണ്ടാവുന്ന മസാലപ്പൊടി ഒരു പാത്രത്തേക്ക് മാറ്റിയതാട്ടോ. ഇതിട്ടാൽ തന്നെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടതിന് ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ, അടുപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച്. ഇതെന്താ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 നൂഡിൽസും ഒരു ഇപ്പി നൂഡിൽസാണ് കേട്ടോ. 3 മാഗിയും ഒരു ഇപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റാണ്, അതാണ് ഈ കളറ്. അത് നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മാഗി നൂഡിൽസ് ഇട്ടു കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം തിളയ്ക്കണം, അതായത് നന്നായി വെന്ത് വരണ്ടേ, നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുൾ സിമ്മിലിട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഞാൻ വെച്ചു കേട്ടോ. നന്നായി ഒന്ന് ഇതാവട്ടെ വേണ്ടിയിട്ട് 15 മിനിറ്റ് വെച്ചപ്പോഴാണ് അതൊന്ന് നേരെ വന്നത്. പിന്നെ അതിൻ്റെ വെള്ളം വറ്റാനായപ്പോഴാണ് കേട്ടോ ഓഫാക്കിയത്. നന്നായി തിളച്ച് വന്നു കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. നമ്മളെന്താ പറയുക, മിക്സ് ബിരിയാണി ഇല്ലേ, അതിൻ്റെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടത് നമ്മളത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. നല്ല മണമുണ്ട്, ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ മാഗി നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഭംഗിയുള്ളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ ചന്തത്തിന് വേണ്ടിയിട്ട് 3 മല്ലിയിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്ത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. എൻ്റെ